ചിക്കൻ ഉപയോഗിച്ച് പലതരം വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. ചിക്കൻ കറിയും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. എങ്കിൽ ഇന്ന് എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുൻപ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 750 ഗ്രാംസ്, അതായത് 3/4 കിലോയോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സവാള, 1 തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, 1 ഉരുളക്കിഴങ്ങ്, വറുത്തരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് തേങ്ങ, തേങ്ങയുടെ കൂടെ വറക്കാൻ ആവശ്യമായിട്ടുള്ള പെരിഞ്ചീരകം, ചെറിയുള്ളി, കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇതിന് മേലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റാം. എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനിലേക്ക് മസാല പിടിക്കുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ചിക്കൻ വേകുന്ന സമയത്ത് ചിക്കനും വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് മൂടി വെച്ച് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പെരുംജീരകം, വറ്റൽമുളക്, കുരുമുളക്, കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം. ഇപ്പോൾ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം
മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് മല്ലിയിലയും കൂടി തൂവിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.